അത് പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, കർവല്ലാന്നുള്ളൂ. അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ക്രിയേറ്റ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷേപ്പ് പോളിഗൺ. അപ്പോൾ അതിനൊന്ന് സെൻട്രോഡ് അടിച്ചിട്ട് സെൻട്രോഡിൽ നിന്ന് ഒരു ആംഗിൾ അടിച്ചിട്ട് ആംഗിൾ വെച്ചിട്ട് ഓർഡർ മാറ്റണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ പ്രശ്നം സോൾവായി. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് തോന്നി. നമുക്കപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഷേപ്പ് ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉണ്ടാക്കിയല്ലോ, ഇതിപ്പോൾ ഇതൊരു ഭാഗം 3. കാരണം ഈ കാണുന്ന അടിഭാഗം ഇവിടെ ഇട്ട് വരും ഇത്രയ്ക്ക്. പിന്നെ ഈ ഷേപ്പ് വരാൻ കാരണം ഇവിടുത്തെ ഈ ഒരു ഫേസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരാൻ കാരണം ഇവിടെ ചെരിവുള്ളതുകൊണ്ട്, ചെരിവുള്ളതുകൊണ്ടാണ്. ഇതിനി എന്ത് ചെയ്യേണ്ടത്, സെഡ് കൊടുക്കുക. ഇതിന് സെഡ് ഡിസ്റ്റൻസ് കൊടുക്കുക. ഇതിപ്പോൾ ഒരു പ്ലെയിനിലാണുള്ളത്, എല്ലാം വരച്ചിട്ടുള്ള ഒരു പ്ലെയിനിലാണ്. ഇതിനല്ല അതിനൊരു ഡെപ്ത് കൊടുക്കുക, ഡിഫറെൻറ്റ് ഡെപ്ത് കൊടുക്കുക. അപ്പോൾ ഈ പോയിന്റിന് ഡെപ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ പോയിന്റ് ആയിട്ട് ടോപ്പിലുള്ളത് ഈ ഒരു ഡെപ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ഇവിടെ ഈ ഒരു ഫേസ് ആയിട്ട് മാറുന്നത്, അപ്പോഴും ഈ ഒരു ഫേസ് വരുന്നുള്ളൂ. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ഓരോ ഫേസുകളാക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫേസ് വരും, ഇവിടെ ഒരു ഫേസ് വരും, പിന്നെ ഇതിങ്ങനെ ചെറിയ ഫേസ് വരും. പിന്നെ ബാക്കിയുള്ള ഫേസുകൾ മുകളിലത്തെ വ്യൂ നോക്കി വരയ്ക്കണം. അത് നോക്കിയിട്ട് അടുത്ത വീഡിയോ